back of my head I'm seeing. Take me for granted and you know I'm leaving. I'ma take what's mine with the webs I'm weaving. I could take this crowd from seeing to believing. Got a taste for blood and my tongue keeps bleeding from the words I spit, so sharp, so free. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ സോറി പറയുക, ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇന്നേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഷോർട്സിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നലെയാണ് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായ കൊണ്ടാണ് ഡിലേ ആയത്. അപ്പോൾ അതിന് മുന്നേ സാധനം വന്നിട്ടുണ്ട്. നല്ല dt8 എല്ലാവരും റിക്വസ്റ്റ് ആക്കിയ സാധനമാണ് കേട്ടോ. dt8 അൾട്രാ പ്ലസ് എങ്ങനെയുണ്ട് എന്തുണ്ട് എന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഇപ്പം വന്നിട്ട് ഞാൻ സാധനം ഇന്നലെ വന്നതാണ്, ഞാൻ പൊളിച്ചു നോക്കിയിട്ടില്ല. നിങ്ങൾ മുന്നേ തന്നെ പൊളിക്കാൻ പറഞ്ഞിട്ട് പൊളിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് പൊളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് നോക്കട്ടോ. നാളെ അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെയും വരും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വേഗം സബ്സ്ക്രൈബ് ആക്കിയിട്ട് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെച്ചോന്ന്. ഒന്ന് രണ്ടാൾ ഞാൻ കമൻറ്റ് കണ്ടിരുന്നു. ഒരാൾ പറഞ്ഞ് ഞാൻ എന്താ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിനകത്ത് പോസ്റ്റ് ചെയ്യാത്തതെന്ന്. പിന്നെ ഒരാൾ വാട്സപ്പിലും വന്നിരുന്നു എന്താ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതെന്ന്, വെയിറ്റിംഗ് ആണെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്തിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോൻ്റെ അവസാനം ഒരു കിഡിലും ഓഫറും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് സാധനം കേട്ടോ. dt നമ്പർ 1 അൾട്രാ NFC വാച്ച് വിയർ പ്രോ എന്ന് പറയുന്ന ആപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വേറെ വീഡിയോയിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മോഡൽ dt8 അൾട്രാ പ്ലസ് ആണ് കേട്ടോ. അൾട്രാ മാക്സ് അല്ല, അൾട്രാ പ്രോ അല്ല, ഇത് പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് മെയ്ഡ് ഇൻ ചൈനയാണ്. ബട്ട് ക്വാളിറ്റി ബേസ് നല്ല സാധനമാണ് dt8 കേട്ടോ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം അല്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളതെന്ന് നമുക്ക് നോക്കാം. തുടങ്ങട്ടാ, പൊളിക്കട്ടെ പൊളിക്കട്ടെ. പിന്നെ ഐഫോണിൻ്റെ അടുത്ത പ്രാവശ്യം വരുന്നത് അൾട്ര തന്നെ കേട്ടോ. അപ്പോൾ വാങ്ങുന്ന ആളെല്ലാം വാങ്ങി വെച്ചോളൂ. എന്താന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം വാച്ചായിട്ട് വരുന്ന അൾട്ര തന്നെ. കുറച്ച് ഡിസ്പ്ലേ ക്വാളിറ്റി എല്ലാം മാറ്റിയിട്ട് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഡിസ്പ്ലേനെ കാട്ടി ഒന്നും കൂടി നല്ല അടിപൊളി മൈക്രോ ലെൻസ് മൈക്രോ LED എല്ലാം വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതന്നെ മേടിച്ചാൽ മതി. അപ്പോൾ സെയിം ആയിരിക്കും. ഇതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ യൂസർ മാനുവൽ ഒരു രക്ഷയില്ല കേട്ടോ. വലിയ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്നുണ്ടോ എത്ര കണ്ട് നോക്കി, എല്ലാ ഭാഷയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്കറിയില്ല എനിക്കറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ മെയിൻ ഭാഷയായ ചൈനയിൽ വരെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ദേശീയ ഭാഷയായ ചൈനയിൽ വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലുള്ളത് CC8 ഒരു വാറണ്ടി കാർഡ് കേട്ടോ. വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, എന്താണെന്ന് പറഞ്ഞാൽ നമ്മളതല്ല ഡെലിവറി പോകുന്നതാണ്. നമ്മൾ ചെറിയ ലാഭം ഇട്ടിട്ടാണ് നമ്മൾ ഈ സാധനം കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിന് വാറണ്ടിയും കൂടി പ്രൊവൈഡ് ചെയ്താൽ നമുക്കത് താങ്ങൂല. എന്താ പറഞ്ഞാൽ റിട്ടേൺ വന്നാൽ താങ്ങൂല. അതുകൊണ്ടാണ്. പക്ഷെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും പെട്ടെന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ മാറ്റി കൊടുക്കലുണ്ട്. എല്ലാവർക്കും അറിയാം വാങ്ങുന്നവർക്ക്. നമ്മളെ ബ്ലൂ കളറാണ് കേട്ടോ. ഇവിടെ നോക്കുക, ബ്ലൂ കളറാണ്. കളർ നോക്കിയോ, ഒരു രക്ഷയില്ല കേട്ടോ. കളറ് ഒരു കിടിലം കളറാണ്. പിന്നെ അതേപോലെ തന്നെ വയർലെസ് ചാർജിങ് കേട്ടോ. ഇവരെ ക്വാളിറ്റിയെ പറ്റിയിട്ടൊന്നും പറയാനില്ല, നല്ല ക്വാളിറ്റി ആയിരിക്കും എല്ലാ സാധനവും. വയർലെസ് ചാർജിങ് ഒന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം എടുക്കട്ടെ, നമുക്ക് വാച്ചിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം അല്ലേ. ഇതാ സ്റ്റിക്കർ പറിക്കാൻ പോകുന്നു. എന്താ സൗണ്ടോടെ പൊളിക്കാം. പൊളിച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഒരു സ്റ്റിക്കർ ഉണ്ട്, അതും കൂടി പറിക്കാം. ഓക്കെ, അടുക്കട്ടെ. സ്വിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഏതാ സ്വിച്ച്? ഇതായിരിക്കും ഒന്ന്, ഐ തിങ്ക്. ഇല്ല, dt1 മാറ്റിയിട്ടില്ല. ഇതന്നെ സ്വിച്ച്. ഓക്കെ, ഇതാണ് മേലത്താണ് ഓൺ ഓഫ് ബട്ടൺ കേട്ടോ. വാൾപേപ്പേഴ്സ് ഒരു രക്ഷയില്ലാത്ത വാൾപേപ്പേഴ്സാണ് കേട്ടോ. ഇത് വാൾപേപ്പറെല്ലാം കാണുന്നുണ്ടോ മുത്തേ? വാൾപേപ്പറെല്ലാം ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ക്ലാരിറ്റിയാണ്. ഇതെല്ലാം തൊടുമ്പോൾ മാറുന്നില്ല. തൊടുമ്പോൾ ഒന്നും മാറുന്നില്ലല്ലോ. കൊടുത്തില്ല. അല്ല ഉണ്ട് മോനെ. ആപ്പിളിന്റെ അതേമാതിരി തന്നെ അല്ലേ, കറക്കുമ്പോൾ മാറുന്നുണ്ട് അല്ലേ. ഇതെല്ലാം എത്ര തന്നെ കറക്കുമ്പോൾ മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാ അതേപോലെ തന്നെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ കാണുന്നുണ്ടാ. ഭയങ്കര സെൻസറാണ് കേട്ടോ. ഇവരെ dt8 മെയിനായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ സെൻസർ തന്നെ കേട്ടോ. അഡാറ് സെൻസറാണ്. ഇതൊക്കെ കാണുന്നുണ്ടാ, ഭയങ്കര ക്വിക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷിങ് നോക്ക്, എച്ചാതി ലുക്കാണെന്നറിയോ. ഫിനിഷിങ് കാണുന്നുണ്ടാ. കുറച്ചൊന്ന് ബെൻഡായാലും അപ്പം തന്നെ ഓഫ് ആകുന്നുണ്ട് ഗൈസ് സാധനം.
കുറച്ചൊന്ന് ബെൻഡായി കിട്ടിയാൽ അപ്പം തന്നെ ഓഫ് ആകുന്നുണ്ട്. അജാതി സെൻസറാണ്. ബട്ട് ഞാൻ സാധനം മറ്റേ തന്നെ കേട്ടോ നല്ലതെന്ന് പറയൂ. ഏതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് T93 ഇല്ലേ, ഞാൻ ലാസ്റ്റ് ടൈം വീഡിയോ ചെയ്തല്ലോ ഇതിൻ്റെ ഹൈനോട്ടേക്ക് ഉണ്ട്, അത് ഒന്നും കൂടി പൊളിയാണ്. എന്താന്ന് പറഞ്ഞാൽ അതിൽ ഫുൾ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. ഇതിൽ ഫുൾ ഡിസ്പ്ലേ ഇല്ല, കാണുന്നുണ്ടോ? ഇവിടെ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബോർഡർ വെറുതെ ഫുൾ ഡിസ്പ്ലേ എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കുന്നൊന്നുമില്ല. ഞാൻ ഇതിൽ മറ്റേ ക്യാൻസലിൻ്റെ ഈ സാധനമെല്ലാം ഉണ്ട് കേട്ടോ, നമ്മൾ ഓപ്പൺ ആക്കിയ സാധനങ്ങളെല്ലാം ഒഴിവാക്കുന്ന. ഓക്കെ, പിന്നെ മെനു ഇതാണ് മെനു സ്റ്റൈല്. ഇതിൽ ഫോണ്, മെസ്സേജ്, കോണ്ടാക്ട്, കോള്, ഇതൊക്കെ ഇതാ കോൾ റെക്കോർഡ്സ്, സ്പോർട്സ്, ഹാർട്ട് റേറ്റ്, ECG, BP, NFC, മ്യൂസിക്, സ്ലീപ്പ്, സ്റ്റോപ്പ് വാച്ച്, ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ഫ്ലാഷ് ലൈറ്റ്, ടോർച്ചെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാത്തിലും ഉണ്ട് ടോർച്ചെല്ലാം കേട്ടോ. ഈ ടോർച്ചൊന്നും കത്തിച്ചിട്ട് എവിടെ പോകാനൊന്നും കഴിയില്ല, എന്നാലും ടോർച്ചെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊടുത്തതിന് സമ്മതിക്കണമല്ലോ. അലിപേ ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്, കാൽക്കുലേറ്റർ കൂട്ടാം. എമർജൻസി എല്ലാം വന്നാൽ നമുക്ക് കണക്കെല്ലാം കൂട്ടാം. അതെല്ലാം കാൽക്കുലേറ്ററിൽ ഇപ്പം എല്ലാത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിലൊരു ഗെയിം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഈ സുഡോക്കു, പസിൽസ് സുഡോക്കു ഗെയിമെല്ലാം കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഇതെല്ലാം കളിക്കാനൊക്കെ നിൽക്കുന്നറിയാം. പിന്നെ ഇതുണ്ട് കൊടുത്തിട്ട്, ഈ ഗെയിം കൊടുത്തിട്ടുണ്ട്. നോക്കിയുടെ ഫീച്ചർ എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയാൻ്റെ ഗെയിമിൻ്റെ ഫ്യൂച്ചർ എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടുന്ന് ഇവിടത്തേക്ക് ജമ്പായി, ഇപ്പോൾ ഇവിടുന്ന് തുള്ളി ചത്ത്. ഓക്കെ, അപ്പോൾ അതാ. പിന്നെ അതേപോലെ തന്നെ എയർ ഫ്രഷ്നറാ. ഇതെന്താ ഒരു പുതിയ ഫീച്ചർ കാണുന്നത്? ഇവിടുന്ന് ഡിലീറ്റ് ആക്കാൻ പറ്റും കേട്ടോ. എന്താ എല്ലാം ഡിലീറ്റ് ആക്കി. ഇനിയിപ്പോൾ ഒരു സാധനം കൂടി ഇവിടെ കണ്ടിക്കല്ലോ, എയർ ഫ്രഷ്നർ എന്താ പറഞ്ഞിട്ട്. GPS, പിന്നെ അതേപോലെ തന്നെ QR കോഡ്, വോയിസ് അസിസ്റ്റ് അത് തന്നെ സിരി കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ അലിപേ, SOS, എമർജൻസി കോൾ, പിന്നെ ഫൈൻഡ് ഫോണ്, പിന്നെ അതേപോലെ തന്നെ ബ്രേസ്ലെറ്റ് ട്രെയിനിങ്, മസാജർ ഓണാക്കിയാൽ എന്താവും പറഞ്ഞാൽ ഇവിടെ വൈബ്രേഷൻ ആവും കേട്ടോ. അതാ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് കൊടുത്താൽ ഇവിടെ ഇങ്ങനെ കൈ വൈബ്രേറ്റ് ആവും. നല്ല സുഖം ഉണ്ടാവും കൈക്കേട്ടോ. നല്ലോണം വൈബ്രേറ്റ് ആവും. സൗണ്ട് കേൾക്കുന്നുണ്ടാവും, വൈബ്രേറ്റ് ആവുന്നുണ്ട്. ഇതാ നല്ലോണം വൈബ്രേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്നാ കൊടുത്തിട്ടുള്ള മസാജറായി. ഈ എയർ പ്രഷർ ഏത് കാറ്റിൻ്റെ പ്രഷർ ഏത് സൈഡിലേക്കാന്ന് പറഞ്ഞാൽ ഇതൊന്നല്ല, ഫുൾ പ്രഷർ വരേണ്ടി വരും അല്ലേ. ഊതിയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഫുൾ പ്രഷർ വരേണ്ടി വരുന്നുണ്ട് എയർ പ്രഷറിന്. പിന്നെ അതേപോലെ തന്നെ സെറ്റിങ്സിൽ ലാംഗ്വേജ്, പിന്നെ അതേപോലെ തന്നെ ഡയൽ സ്വിച്ചിൽ ഇതിങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഓക്കെ, തീം ചേഞ്ചിങ് അത് വിട്, നമുക്ക് മാണ്ടില്ല എന്നറിയാം. പിന്നെ വേറെ എന്ത് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഓൺ ആൻഡ് ഓഫ്, പിന്നെ അതേപോലെ തന്നെ വൈബ്രേഷന്, പിന്നെ അതേപോലെ തന്നെ പവർ ഓഫ്, പിന്നെ അതേപോലെ തന്നെ റിംഗ് ട്യൂൺ സെറ്റിങ്സ്. റിംഗ് ട്യൂൺസിൽ ഇതിൽ കുറേ റിംഗ് ട്യൂണ് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കി നോക്കാമല്ലോ, പ്ലേ ആക്കാൻ കഴിയില്ല, കണക്ട് ചെയ്യാൻ പറയുന്നുണ്ടല്ലേ. ഫോൺ കണക്ട് ചെയ്താലേ ഇതിൽ സൗണ്ട് കേൾക്കും കേട്ടോ. പിന്നെ അതിൽ ഒരുപാട് റിംഗ് ട്യൂൺസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഒന്നില്ലാത്തത് ഇല്ല എന്നൊന്നും പറയാൻ പാടില്ല. ഇതിൽ ഫസ്റ്റ് തന്നെ ഞാൻ കണ്ടുപിടിച്ച കുറ്റം തന്നെ അതാണ്. ഞാൻ പിന്നെ പണ്ടേ കുറ്റം കണ്ടുപിടിക്കുന്നത് തന്നെ അല്ലേ. പിന്നെ സാധനം കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. പിന്നെ DT തന്നെ വേണമെന്നില്ല ആൾക്കാർക്ക് ഇത് ചൂസ് ചെയ്യാം. ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ T93 ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, പിന്നെ അത് പോയിട്ട് ട്രൈ ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ പറഞ്ഞാൽ അതിൽ 3 സ്ട്രാപ്പ് വരുന്നുണ്ട്, 125 ദിറംസേ ഉള്ളൂ. ആ വീഡിയോൻ്റെ മറ്റേ ഇത് ഞാനിവിടെ ലിങ്ക് മറ്റേ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സാധനം കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ അത്ര പൊക്കി പറയാനൊന്നുമില്ല, ഇതിൽ സ്ക്രൂവും കൊടുത്തിട്ടില്ല. കാണുന്നുണ്ടോ? പൊക്കി പറയാനും വേണ്ടിയിട്ട് അൺബോക്സ് ചെയ്താണ് സത്യത്തിൽ. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ മൂഡ് പോയി. എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഡിസ്പ്ലേ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫുൾ ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊരു മജ ഉണ്ടാകുന്നില്ല കാണാൻ. DT കാർ 3 മോഡൽ ഇറക്കി, 3 മോഡൽ ഇതേമാതിരിയാണ്. ഞാൻ വേറെ വീഡിയോ ഇട്ടിക്ക് ഇതേമാതിരി അവസ്ഥയാണ്. ഒന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അതേ അവസ്ഥയാണ് ഈ പ്രാവശ്യം DTൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ അതേപോലെ തന്നെ കോളിംഗ്, നോട്ടിഫിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ പക്ക വർക്കിംഗ് ആണ്. ഇതിൽ 3 ടൈപ്പ് വാൾപേപ്പർ വെക്കാൻ പറ്റും. നമ്മളെ ഫോട്ടോ തന്നെ 3 ടൈപ്പായിട്ട്. ഒന്ന് ഫുള്ള് സ്ക്രീനിൽ ചെറിങ്ങനെ ടൈം സെറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒന്ന് സ്ക്രീനിൽ ടൈമേ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാൾപേപ്പർ മാത്രമാക്കിയിട്ട് വെക്കാൻ പറ്റും. പിന്നെ ഒന്ന് നമ്മളെ നോർമൽ സ്മാർട്ട് വാച്ചിൽ വെക്കാൻ പറ്റും പോലെ ഇവിടെ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ 3 ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ആപ്പിലുള്ളതാണത്. അത് ഇപ്പോൾ എല്ലാ
വിയർ പ്രോൻ്റെ എല്ലാ ആപ്പിലുള്ള എല്ലാ വാച്ചിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന അതേ ഫ്യൂച്ചർ കാര്യങ്ങൾ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡിസ്പ്ലേ ക്ലാരിറ്റി ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഡിസ്പ്ലേ ക്ലാരിറ്റി അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഫ്യൂച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടൊന്നുമില്ല ഇവിടെ. ഇത് SOS ഉണ്ട്. SOS നമുക്ക് നോക്കിയാലോ. SOS തൊട്ടാലെങ്ങ് വർക്കാന്ന് തോന്നുന്നു. എമർജൻസി കോൾ ആക്കാനുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. മറ്റേ SOS തൊടുമ്പോൾ കൂക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ സൗണ്ട് ഇവിടെ സൈലൻ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ടോർച്ചിൻ്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ കോൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇനിയിപ്പോൾ എന്നോട് ചോദിക്കേണ്ട ഇത് മേടിച്ചിട്ട് കോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നു. എന്താ പറഞ്ഞാൽ അതിന് ജസ്റ്റ് ചെറിയ ഓപ്ഷനേ ഉള്ളൂ. എന്താ പറഞ്ഞാൽ ഇവിടുന്ന് ഡയൽ എടുക്കാം. ഗൈസ് ഇതിൽ ഡയൽ പോയാൽ ഇവിടുന്ന് ഇപ്പോൾ നമുക്കിപ്പോൾ കോണ്ടാക്ട് അല്ലെങ്കിൽ ഇവിടെ ഡയൽ ഓപ്ഷൻ ഉണ്ട്. ഇത് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടാൽ ഇതിങ്ങനെ ഓപ്പൺ എന്ന് കൊടുത്താൽ ഇവിടെ കാണിക്കൂ ഈ സാധനം വരും കേട്ടോ. നമ്മളെ ബ്ലൂടൂത്തിൽ ഇത് ഓപ്പൺ കൊടുത്താൽ നമ്മളെ ബ്ലൂടൂത്തിൽ ഫോണിൻ്റെ ബ്ലൂടൂത്തിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ കോൾ ചെയ്യാം, ഇതിൽ നിന്ന് കോൾ റിസീവ് ആക്കുക, ഇതിൽ തന്നെ സംസാരിക്കുക. പിന്നെ അതേപോലെ തന്നെ മ്യൂസിക് ഇതിൽ തന്നെ കേൾക്കാൻ പറ്റും, നമ്മളെ മൊബൈലിൽ പ്ലേ ആക്കിയ മ്യൂസിക് ഇതിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ. പിന്നെ ഇതിനെ കണക്ട് ചെയ്യുന്ന വീഡിയോസെല്ലാം ഒരുപാട് ചെയ്തിട്ടുണ്ട്, അങ്ങ് പോയിട്ട് കണ്ടാൽ മതി. വേറെ വീഡിയോസിൽ തന്നെ dt8 തന്നെ സാധനം ചെയ്തിട്ടുണ്ടാവും, അതിൽ പോയിട്ട് നോക്കിയാൽ മതി. പക്ഷേ സാധനം ഒന്ന് കൈക്ക് കെട്ടിയോ അല്ല, എന്തായാലും ലുക്ക് ഉണ്ടോന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൈസ്. ആ ഡിസ്പ്ലേ ആണ് എനിക്ക് മെയിനായിട്ട് ബോറടിച്ചത്. എന്താ പറയുന്നത്, ഡിസ്പ്ലേ ചെറുതായിട്ട് ഡിസ്പ്ലേ ഒരു 49mm എന്ന് പറഞ്ഞിട്ട് ഒരു 45mm വരെ കൊടുത്തിട്ടില്ല, അത്രയും ഉള്ളിൽ ഇതാക്കിയിട്ട് കൊടുത്തതാണ്. സെൻസർ കാര്യങ്ങളെല്ലാം ഭയങ്കര ക്വിക്കാണ്. അങ്ങനത്തെ ഇതിനെല്ലാം ആണെങ്കിൽ യൂസ് ആക്കാം. അതെവിടെ നോക്കുന്നത് നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ബ്ലാക്ക് ബോർഡർ കൂടുതലാണ്, ഒരുപാട് കൂടുതലാണ്. നോർമൽ വാച്ചിൽ ഇത്ര കൂടുതലായിട്ട് വരുന്നില്ല, ഇതിൽ ഒരുപാട് കൂടുതലാണ് ബോർഡർ. പിന്നെ വേറെ എന്താ പറയാനുള്ള, വേറെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. iPhone 15 ഇറങ്ങാൻ പോകുന്നു. ഓഫർ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഓഫർ എന്തായാലും ലാസ്റ്റ് പറയുമെന്ന് പറഞ്ഞിട്ടില്ല, ഒരു കിഡിലെ ഓഫർ ആയിരിക്കും, നെട്ടിപ്പോണം കേട്ടിട്ട്. പിന്നെ iPhone 15 ഇറങ്ങാൻ പോകുന്നുണ്ട്, അതിലും ഡൈനാമിക് ഐലൻഡ് ഉണ്ട്. അപ്പോൾ അതും ഞാൻ മേടിക്കുന്നില്ല, ഞാൻ സ്കിപ്പാണ്. പിന്നെ അതേപോലെ തന്നെ അൾട്രാ വാച്ച് ഇറങ്ങുന്നത് 8 അൾട്രാ വാച്ച് ഇറങ്ങുന്നത് ഇതേപോലെ തന്നെ സെയിം ആണ്. അപ്പോൾ അതിൽ എന്താ പറഞ്ഞാൽ ലീക്ക് കിട്ടിയതാണ് മുത്തുമണി. പിന്നെ ഞാൻ ആപ്പിളിൽ പണിയെടുക്കുന്നൊന്നുമല്ല, തിമ്മണ കണ്ടാൽ അടിച്ചോടിക്കും. അപ്പോൾ അതിലും അങ്ങനെ തന്നെ അതിൽ നല്ല ഡിസ്പ്ലേ കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്. മൈക്രോ LED അങ്ങനത്തെ ഒന്നും ഒരു ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ GTന്റെ ബോക്സിന്റെ ഉള്ളിൽ 240 വോൾട്ടിന്റെ ചാർജർ കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റിൽ ചാർജ് ആവും കേട്ടോ. എത്ര 10 മിനിറ്റ്സിൽ ചാർജ് ആവും ഫോൺ 100%. അപ്പോൾ 10 മിനിറ്റിൽ ചാർജറാണ് റിയൽമി GT പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അത് ബോക്സിന്റെ ഉള്ളിൽ, ഫോൺ മേടിക്കുന്ന ബോക്സിന്റെ ഉള്ളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിയൽമി ബെസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളെ വാച്ച് 1 2 3 4 5 5 പീസ് സ്മാർട്ട് വാച്ച് ഇതൊക്കെ ഫ്രീ ആയിട്ട് ഡെലിവറി ആക്കി തരാം. ആൾ ഓവർ UAE എവിടെ വേണമെങ്കിലും 200 ദിർഹംസിന്. ഇത് ഓഫറാണ്, നല്ല സാധനമാണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ക്വാളിറ്റി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ 200 ദിർഹംസിന് ഇത് വലിയ നഷ്ടമായിട്ടൊന്നും വരില്ല നിങ്ങൾക്ക്. അപ്പോൾ നല്ല കിർമാണി സാധനമാണ്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് ആക്കിയാൾക്ക് മാത്രമേ കിട്ടൂ കേട്ടോ. കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ 200 പീസേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പൊ 200 വീഡിയോ ആക്കുന്ന സമയത്തിൽ 200 ഓഫർ കൊടുക്കുന്ന 5 പീസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാകുമ്പോ ഈ ചങ്ങ കാരണം അങ്കുമാണ് 5 പീസ് വന്ന്. അപ്പൊ ചങ്ങ അച്ഛായ ഭയ്യ വാച്ച് देखो हम पहले इधर से लेके गए बिल्कुल। अब ये 5 पीस तुम्हारे को चाहिए, मैं खाली मेरा सब्सक्राइबर्स को देते हैं 5 पीस. हम भी आपका सब्सक्राइबर हैं. आज आप हिंदी में क्या देखेगा मेरा वीडियो देखेगा बस बात मालूम है. ഓക്കെ, അപ്പോൾ എനിക്ക് 5 പീസ് കൊടുത്തിട്ട് ഇപ്പം വരാം ചക്ക്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്താൻ പോകുന്നു. പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ ചങ്ങായിമാരിൽ എത്തിക്കുക വീഡിയോ മാക്സിമം. എന്താണെന്ന് പറഞ്ഞാൽ ഒരു ആരെങ്കിലും വാച്ച് മേടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നല്ല അടിപൊളി പ്രൈസിനാണ് നമ്മൾ സാധനം കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എല്ലാ സാധനം വന്നാലും റിവ്യൂ ചെയ്തിട്ടാണ്, നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് ഞാൻ അത് ഇൻസ്റ്റയിലും പിന്നെ അതേപോലെ തന്നെ ടിക്ടോക്കിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സാധനം നമ്മൾ വിൽക്കാനുണ്ട് നിർത്തി യൂട്യൂബിൽ കാണിച്ചതിൻ്റെ ബാക്കി ചെറിയ കട്ട് പീസുകൾ നമ്മൾ
ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിന്നെ അതേപോലെ തന്നെ ടിക്ടോക്കിലും ഇടലുണ്ട്. അതിന് 3 ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് അടിക്കാൻ മറക്കണ്ട. നല്ല അടിപൊളി കമൻറ്റുകൾ വന്നുകൊണ്ടുണ്ടായാലും നമുക്ക് ആവേശം വന്നുകൊണ്ടുണ്ടാവും. അപ്പോൾ താങ്ക് യു. ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നേരം Got a taste for blood and my tongue keeps bleeding from the words I spit.